ഞാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ ആരാധക തന്നെയാണ്. കുഞ്ഞിലേ തൊട്ടേ ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. എപ്പോഴും എനിക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും അവിടെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ശരിക്കും ഞാൻ അമ്പലത്തിൽ പോകുമ്പം ശ്രീ പത്മനാഭന് തുളസിമാല കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞ സ്വർഗവതിൽ ഏകാദശിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയ സമയത്ത് എനിക്ക് തുളസിമാല വാങ്ങാൻ കഴിഞ്ഞില്ല. ഞാനത് ആ വിഷമം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്ത് കയറി. ആ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു. ഞാനും ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ചേച്ചി, തുളസി ചേച്ചി, അവിടുത്തെ ഓഫീസറാണ്. ചേച്ചി ഞങ്ങൾ മൂന്നരും മാത്രമേ അമ്പലത്തിനകത്തുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എവിടെ നിന്നോ ഒരു തുളസി മാല എൻ്റെ കയ്യിൽ വന്ന് വീണു. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ആ പരിസരത്തൊന്നും ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. ഞങ്ങൾ മൂന്നരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ തുളസിമാല എൻ്റെ കയ്യിൽ വന്ന് വീഴുന്നത് ശരിക്കും പത്മനാഭസ്വാമി തന്നത് തന്നെയാണ്. ആ തുളസിമാല ഞാൻ അത് പത്മനാഭസ്വാമിയുടെ പാദങ്ങളിൽ അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതെനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അതും കൂടി ഞാൻ ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പല പോലീസുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെയുള്ള ഡ്യൂട്ടിയിലുള്ള ആൾക്കാർ. തമ്പുരാട്ടി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കഥകളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നരസിംഹമൂർത്തിയുടെ പാട്ട് ഞാൻ ആദ്യം പത്മനാഭസ്വാമിയുടെ പാട്ട് എഴുതി തമ്പുരാട്ടിയെ കൊണ്ട് കാണിച്ചപ്പോൾ തമ്പുരാട്ടി ആ പാട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇതിൽ നരസിംഹമൂർത്തി ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ പാട്ട് കൊണ്ടുവന്ന് തിരുത്തി നരസിംഹമൂർത്തിയുടെ വരികളും കൂടെ ചേർത്താണ് പാട്ട് പിന്നെ വീണ്ടും ചെയ്തത്. അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനത് മനസ്സിൽ വിചാരിച്ചെങ്കിലും പക്ഷേ എഴുതി വന്നപ്പം ആദ്യം അത് എഴുതിയില്ലായിരുന്നു നരസിംഹമൂർത്തിയെ കുറിച്ച്. പക്ഷെ അത് കറക്റ്റായിട്ട് തമ്പുരാട്ടി പറയുകയും തിരുത്തി ഞാനത് എഴുതുകയും അത് വളരെ ഭംഗിയായിട്ട് വിജയ് ചെമ്പത്ത് പാടുകയും ചെയ്തു. എല്ലാവരും ആ പാട്ടിൽ നല്ല അഭിപ്രായം പറഞ്ഞു. ഏറ്റവും സൂപ്പറായിട്ട് വിജയുടെ പാട്ട് ഇതിലൊന്നാണ്. വിജയ് എന്തെങ്കിലും വേറെ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ നല്ലതായിട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ മകള് ശ്രീ പത്മനാഭസ്വാമിയുടെ ദാസിയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരൻ എൻ്റെ മകളെ ഇഷ്ടപ്പെടാനുള്ള കാരണം ശ്രീ പത്മനാഭനോടുള്ള ഭക്തി കൊണ്ടാണ്. അതേ സമയം തന്നെ ആ ചെറുപ്പക്കാരനും ശ്രീ പത്മനാഭസ്വാമിയുടെ ഭക്തനായത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ നൃത്തത്തെയും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവനൊരു മനുഷ്യത്വം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ സന്തോഷമായിട്ട് ഒരുമിച്ച് കഴിയാൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് എൻ്റെ മകളെ ഞാൻ ഈ വിവാഹത്തിന് വേണ്ടി സമ്മതിക്കാൻ താല്പര്യപ്പെടുന്നത്. അതിന് ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ഈ സിനിമ എടുക്കാൻ പോയപ്പോൾ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനതിവിടെ ഒന്ന് പങ്കുവെച്ചോട്ടെ. അതായത് ഈ എൻ്റെ മകനാണ് ശരിക്കും എൻ്റെ മകനാണ് ലക്ഷ്മിയുടെ കാമുകനായിട്ട് അഭിനയിക്കുന്നത്. ഒരു നവരത്ന മോതിരത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഇതിനകത്ത്. ഈ കഥയിലൊരു നവരത്ന മോതിരം വേണമെന്ന് നമുക്ക് ഡയറക്ടർ നമ്മുടെ ചേച്ചി ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ഈ നവരത്ന മോതിരം അന്വേഷിച്ച് ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് ഒരു 3-4 സ്ഥലത്ത് പോയപ്പോൾ കിട്ടിയില്ല. ഞാൻ വിഷമിച്ചു. പത്മനാഭ, എവിടുന്നെങ്കിലും ഇതെനിക്ക് എത്രയും പെട്ടെന്ന് ഷൂട്ടിങ് അടുക്കാറായി, എത്രയും പെട്ടെന്ന് ഇതെനിക്ക് കൊണ്ടുതരണേ എന്ന് മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അന്വേഷിച്ച് പോകുമ്പം ഞാൻ നടന്നു പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു കട കാണുന്നു. ആ ഒരു കടയിൽ ഒരു മനുഷ്യന് കുറേ മാലകളും മോതിരം കൈപ്പിടിച്ച് കയ്യിലിങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഓടിച്ചെന്ന് ഞാൻ അവിടെ കയറി ചെന്ന് അന്വേഷിക്കുന്നു, ഇങ്ങനെ ഒരു നവരത്ന മോതിരം ഉണ്ടോ അല്ലെങ്കിൽ മാലയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും നവരത്ന മോതിരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മോതിരം എനിക്കിങ്ങനെ എടുത്ത് തരികയാണ്. പെട്ടെന്ന് ഞാനങ്ങ് ശരിക്കും അന്തം വിട്ടുപോയി. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഞാൻ ആഗ്രഹിച്ച കാര്യം എൻ്റെ മകന് നാളെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ആവശ്യമുള്ള സാധനം കിട്ടിയപ്പോൾ ഞാൻ പത്മനാഭനെ മനസ്സുകൊണ്ട് അവിടെ നിന്ന് നന്ദി പറഞ്ഞു. കാരണം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അത്രത്തോളം ഭഗവാനും അറിയുന്നുണ്ട്. അപ്പം അതേപോലെ നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചാലും ഭഗവാൻ അത് അറിയുമെന്ന് എനിക്ക്
100% വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഇത് എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.